45 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ അയാൾ ആകെ ചെയ്തത് ഏതാനും കുറച്ച് സിനിമകൾ മാത്രം. എന്നാൽ മരിച്ച് 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും മലയാള സിനിമ അയാളെ പിന്തുടരുന്നു. നല്ലൊരു മഴ പെയ്താൽ മലയാളിക്ക് അയാളുടെ ഒരു സിനിമ ഓർമ്മ വരും. ഒരു പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ ചെയ്ത സിനിമയിലെ പ്രണയ കഥാപാത്രങ്ങൾ മുന്നിലേക്ക് വരും. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ലോലമായ വികാരങ്ങളെപ്പോലും ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി ജീവനോടെ അഭിനയിപ്പിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് പത്മരാജൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ഒരു സാധാരണ ചെറുപ്പക്കാരൻ ആദ്യം സിനിമയിലേക്കല്ല സാഹിത്യത്തിലേക്കാണ് നടന്നത്. പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. ഗ്രാമത്തിലെ മനുഷ്യരും അവരുടെ സ്നേഹവും പകയും രഹസ്യങ്ങളും ആഗ്രഹങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ അധ്യാപകർ. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് ജനിച്ച പത്മരാജൻ ബാല്യത്തിൽ തന്നെ മനുഷ്യരെ നിരീക്ഷിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. മറ്റുള്ളവർ സംഭവങ്ങൾ മാത്രം കാണുമ്പോൾ അദ്ദേഹം വികാരങ്ങളെയാണ് കണ്ടിരുന്നത്. ആരെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരിയുടെ പിന്നിലെ സങ്കടം എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം. അതുതന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളുടെയും അടിത്തറയായത്. സ്കൂൾ പഠനകാലത്ത് തന്നെ വായന ഒരു ലഹരിയായി മാറി. വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി, MT വാസുദേവൻ നായർ തുടങ്ങി നിരവധി എഴുത്തുകാരുടെ കൃതികൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. പക്ഷെ മറ്റാരെയും അനുകരിക്കാതെ സ്വന്തം ശൈലി കണ്ടെത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. പിന്നീട് കോളേജ് പഠനവും സർക്കാർ ജോലിയും. ജീവിതം സുരക്ഷിതമായിരുന്നു. പക്ഷെ മനസ്സത് ഓഫീസിലായിരുന്നില്ല, അത് കഥകളിലായിരുന്നു. രാത്രികളിൽ അദ്ദേഹം എഴുതി തുടങ്ങി. മനുഷ്യരുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളെക്കുറിച്ച്, സമൂഹം തുറന്നു പറയാൻ മടിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, കുറ്റബോധത്തെക്കുറിച്ച്. അങ്ങനെ ജനിച്ചു ഒരു പുതിയ എഴുത്തുകാരൻ. അധികം വൈകാതെ മലയാള സാഹിത്യ ലോകം അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം എഴുതിയ കഥകൾ വായിച്ച് വായനക്കാർ വിസ്മയിച്ചു. പക്ഷെ പുസ്തകത്തിന്റെ താളുകളിൽ ഒതുങ്ങാൻ വിധിക്കപ്പെട്ട ആളായിരുന്നില്ല പത്മരാജൻ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നടക്കുകയും സംസാരിക്കുകയും ശ്വസിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ആ ആഗ്രഹമാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് നയിച്ചത്. 1970കളിലെ മലയാള സിനിമ. അന്ന് സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ശക്തരായ സംവിധായകരും എഴുത്തുകാരുമായിരുന്നു. അന്നത്തെ കാലത്ത് പുതിയ ഒരു എഴുത്തുകാരന് സിനിമയിലേക്ക് പ്രവേശനം കിട്ടുക അത്ര എളുപ്പമല്ല. എന്നാൽ പത്മരാജന്റെ എഴുത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് വായിക്കുന്ന ആളുകൾക്ക് അത് സിനിമയായി കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നുമായിരുന്നു. അങ്ങനെ പത്മരാജന് സിനിമയിലേക്ക് ഒരു അവസരം കൈവന്നു. 1975 പുറത്തിറങ്ങിയ പ്രയാണമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രധാന തിരക്കഥകളിലൊന്ന്. ആ സിനിമ വലിയ വാണിജ്യ വിജയമായില്ല. എന്നാൽ സിനിമാ രംഗം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഒരു പുതിയ തിരക്കഥാകൃത്ത് എത്തിയിരിക്കുന്നു. തുടർന്ന് ഓരോ സിനിമയിലും പത്മരാജൻ തന്റെ എഴുത്തിന്റെ ശക്തി തെളിയിച്ചു. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ മറ്റുള്ളവരുടേതുപോലെ അലങ്കാര ഭാഷയിലായിരുന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ ലളിതമായിരുന്നു. പക്ഷെ ആ ലാളിത്യത്തിനുള്ളിൽ വലിയ വികാരങ്ങൾ ഒളിഞ്ഞിരിക്കും. അന്നത്തെ മലയാള സിനിമയിൽ നായകൻ പൂർണ്ണ നായകനും വില്ലൻ പൂർണ്ണ വില്ലനുമായിരുന്നു. പത്മരാജൻ ആ രീതിയെ തകർത്തു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് നല്ല വശവും മോശം വശവും ഉണ്ടായിരുന്നു. അവർ തെറ്റുകൾ ചെയ്യും, അവർ പ്രണയിക്കും, അവർ വഞ്ചിക്കും, അവർ പശ്ചാത്തപിക്കും, അവർ നമ്മളെപ്പോലെയായിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ ശക്തി. പിന്നീട് വന്നു രതി നിർവേദം. ഈ കഥ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കൗമാര പ്രണയവും ലൈംഗികതയും ഇത്ര തുറന്നും അതേസമയം മാനുഷികമായും അവതരിപ്പിച്ചത് അന്നത്തെ മലയാള സിനിമയിൽ അപൂർവമായിരുന്നു. ചിലർ വിമർശിച്ചു, ചിലർ പ്രശംസിച്ചു. പക്ഷെ എല്ലാവരും ഒരു കാര്യം സമ്മതിച്ചു: പത്മരാജൻ വ്യത്യസ്തനാണ്. തുടർന്ന് തകര പോലുള്ള ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ കൂടുതൽ ശ്രദ്ധ നേടി. ഗ്രാമീണ ജീവിതവും മനുഷ്യന്റെ ഉള്ളിലെ ക്രൂരതയും സ്നേഹവും അസൂയയും അദ്ദേഹം അതിശയകരമായി എഴുതാൻ തുടങ്ങി. ഇതിനിടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത വളർന്നു. താൻ എഴുതുന്ന തിരക്കഥകൾ തനിക്ക് തന്നെ സംവിധാനം ചെയ്തുകൂടെ? താൻ മനസ്സിൽ കാണുന്ന ദൃശ്യങ്ങൾ അതേപടി എല്ലാവർക്കും പകർത്താൻ കഴിയണമെന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഒരു ഉറച്ച തീരുമാനമെടുത്തു. തനിക്ക് സംവിധായകനാകണം. പലരും സംശയം പ്രകടിപ്പിച്ചു. നല്ല എഴുത്തുകാരന് എപ്പോഴെങ്കിലും നല്ല സംവിധായകനാകാൻ സാധിക്കുമോ? പക്ഷെ പത്മരാജൻ മറുപടി പറഞ്ഞത് വാക്കുകളിലൂടെ ആയിരുന്നില്ല, സിനിമയിലൂടെയായിരുന്നു. 1981 പുറത്തിറങ്ങിയ പെരുവഴിയമ്പലം എന്ന ചിത്രത്തിലൂടെ. ഒരു ഗ്രാമത്തിലെ സാധാരണ ബാലൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഒരു കൊലപാതകം ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം അവന്റെ ജീവിതം എങ്ങോട്ട് പോകുന്നു? ഇത് വെറും ഒരു കുറ്റകൃത്യത്തിന്റെ കഥയല്ല. സമൂഹം എങ്ങനെ ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കി മാറ്റുന്നു എന്ന ചോദ്യമായിരുന്നു ആ സിനിമ. സിനിമ പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ ഞെട്ടി. ഒരു ആദ്യ സംവിധായകനിൽ നിന്ന് ആരും ഇത്ര പക്വത പ്രതീക്ഷിച്ചിരുന്നില്ല. ദേശീയ തലത്തിലും ചിത്രം അംഗീകാരം നേടി. അന്നു മുതൽ പത്മരാജൻ വെറും തിരക്കഥാകൃത്തല്ല, മലയാള സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയരായ സംവിധായകരിൽ ഒരാളായി അദ്ദേഹം മാറി. പക്ഷെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. തൂവാനത്തുമ്പികൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, മൂന്നാം പക്കം, ഈ സിനിമകൾ എങ്ങനെ പിറന്നു? എന്തുകൊണ്ടാണ് ഇന്നും അവ കാലാതീതമായ ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്നത്? ഒരു സംവിധായകനെ മഹാനാക്കുന്നത് എന്താണ്? വലിയ ബജറ്റോ, വമ്പൻ താരനിരയോ, ബോക്സ് ഓഫീസിലെ കോടികളോ? പത്മരാജന്റെ കാര്യത്തിൽ അതൊന്നുമായിരുന്നില്ല ഉത്തരം. അദ്ദേഹത്തെ മഹാനാക്കിയത് മനുഷ്യരെ വായിക്കാനുള്ള അസാധാരണമായ കഴിവായിരുന്നു. സിനിമയിൽ കഥ പറയരുത്, മനുഷ്യരെ കാണിക്കണമെന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട്
അതുകൊണ്ടാണ് പത്മരാജന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു സിനിമ കാണുകയാണെന്ന് തോന്നാത്തത്. മറ്റാരുടെയോ ജീവിതം ഒളിഞ്ഞിരുന്ന് നോക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. പത്മരാജന്റെ കഥാപാത്രങ്ങൾ ആരും അമാനുഷ്യരല്ല, അവർ സാധാരണക്കാരാണ്. അവർക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അവർ ചിലപ്പോൾ കരയും, ചിലപ്പോൾ സന്തോഷിക്കും, ചിലപ്പോൾ കുറ്റബോധം തോന്നും, അത് അനുഭവിക്കുകയും ചെയ്യും. ചിലപ്പോൾ അവരുടെ തന്നെ മനസ്സിനെ അവർക്ക് പോലും മനസ്സിലാക്കാത്ത വിഷമത്തിൽ അവർ ഇരുന്ന് കരയുന്നതും കാണാം. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് പത്മരാജന്റെ സിനിമകളെ വേറിട്ട് നിർത്തുന്നത്. 1980-കളിൽ മോഹൻലാൽ അതിവേഗം വളർന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. എന്നാൽ പത്മരാജൻ അദ്ദേഹത്തിന്റെ മറ്റാരും കാണാത്ത ഒരു അഭിനേതാവിനെ കണ്ടു. തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ, മലയാള സിനിമയിലെ ഏറ്റവും സങ്കീർണമായ കഥാപാത്രങ്ങളിൽ ഒരാൾ. ഒരു വശത്ത് ഗ്രാമത്തിലെ ഗൗരവമുള്ള ഒരു യുവാവ്, മറുവശത്ത് നിയന്ത്രണമില്ലാത്ത വികാരങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യൻ. അവൻ 2 സ്ത്രീകളെ സ്നേഹിക്കുന്നു. പക്ഷെ അത് വെറും പ്രണയ ത്രികോണമല്ല, മനുഷ്യ ഹൃദയത്തിന്റെ ആശയക്കുഴപ്പമാണ്. ജയകൃഷ്ണനെ നല്ലവനെന്നോ മോശക്കാരനെന്നോ വിധിക്കാൻ പ്രേക്ഷകന് കഴിയില്ല. അതാണ് പത്മരാജന്റെ വിജയവും. മഴയും പ്രണയവും ഓർമ്മകളും ചേർന്ന തൂവാനത്തുമ്പികൾ പിന്നീട് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. ഇന്ന് പോലും മഴ പെയ്യുമ്പോൾ ആ സിനിമയെ ഓർക്കുന്ന പ്രേക്ഷകർ അനേകരാണ്. പ്രണയത്തിന് പുതിയ ഭാഷ നൽകിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, സോളമൻ, സോഫിയ, ഈ 2 കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. ഈ സിനിമയിലെ പ്രണയം വെറും പ്രണയമല്ല, അത് പ്രതീക്ഷയാണ്, സ്വാതന്ത്ര്യമാണ്, ജീവിതത്തെ മനോഹരമായി കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കണ്ട പലരും പിന്നീട് പറഞ്ഞത് ഒരേ കാര്യമായിരുന്നു: പ്രണയത്തെ ഇത്ര മനോഹരമായി ചിത്രീകരിച്ച സിനിമകൾ വളരെ കുറവാണ്. പത്മരാജന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഒരേ പാറ്റേണിൽ സിനിമകൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അരപ്പട്ടേകട്ടി ഗ്രാമത്തിൽ ഒരു ദുരൂഹ ഗ്രാമത്തിന്റെ കഥ, 3-ാം പക്കം ഒരു മുത്തച്ഛന്റെയും കൊച്ചുമകന്റെയും ഹൃദയസ്പർശിയായ ബന്ധം, സീസൺ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തും കുറ്റലോകവും പശ്ചാത്തലമാക്കിയ ത്രില്ലർ, ഇന്നലെ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിലൂടെ മനുഷ്യബന്ധങ്ങളെ പരിശോധിക്കുന്ന ചിത്രം. ഓരോ സിനിമയും പുതിയ അനുഭവം, ഓരോ കഥാപാത്രവും പുതിയ മനുഷ്യർ, പുതിയ താരങ്ങളെ കണ്ടെത്തിയ പത്മരാജൻ. ഒരു സംവിധായകന്റെ മഹത്വം സിനിമകളിൽ മാത്രമല്ല, അദ്ദേഹം കണ്ടെത്തുന്ന പ്രതിഭകളിലും കാണാം. പത്മരാജൻ മലയാള സിനിമയ്ക്ക് നിരവധി പുതുമുഖങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട്. അശോകൻ, റഹ്മാൻ, ജയറാം തുടങ്ങിയവർ. അദ്ദേഹം മറ്റാരും കാണാത്ത ചില പ്രത്യേകതകൾ അവരിൽ കണ്ടു. അവരെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സ്വാഭാവികമായി ജീവിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു. അതാണ് പത്മരാജൻ സിനിമകളിൽ ചില കഥാപാത്രങ്ങളെങ്കിലും നമുക്ക് അത്ര തന്മയത്വത്തോടെ തോന്നുന്നത്. കാലത്തേക്കാൾ മുന്നിൽ നടന്ന മനുഷ്യനായിരുന്നു പത്മരാജൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും, സ്ത്രീ സ്വാതന്ത്ര്യം, വ്യക്തിബന്ധങ്ങളിലെ സങ്കീർണത, ലൈംഗികത, മാനസിക സംഘർഷങ്ങൾ, ഇവയെല്ലാം പത്മരാജൻ 1980-കളിൽ തന്നെ തന്റെ സിനിമകളിലൂടെ അവതരിപ്പിച്ചിരുന്നു. അതിനാൽ ചില സിനിമകൾ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും അതിന്റെ മഹത്വം മനസ്സിലായില്ല. പക്ഷെ കാലം കടന്നുപോയപ്പോൾ ആ സിനിമകൾ കൂടുതൽ മഹത്തരവുമായി. ഒരു നല്ല സിനിമയ്ക്ക് പ്രായമാകില്ലെന്ന് തെളിയിച്ച സംവിധായകരിൽ ഒരാളാണ് പത്മരാജൻ. 1980-കളുടെ അവസാനത്തോടെ അദ്ദേഹം മലയാള സിനിമയുടെ ഏറ്റവും തിരക്കേറിയ സംവിധായകരിൽ ഒരാളായി മാറിയിരുന്നു. ഓരോ പുതിയ സിനിമയ്ക്കും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. കാരണം പത്മരാജന്റെ പേരുണ്ടെങ്കിൽ അത് മറ്റൊരു സാധാരണ സിനിമയായിരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഓരോ ചിത്രത്തിലും അദ്ദേഹം പുതിയ ലോകങ്ങൾ സൃഷ്ടിച്ചു. ഒരേ ഫോർമുല ആവർത്തിച്ചില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എടുത്താൽ അതുപോലെ മറ്റൊന്ന് എളുപ്പത്തിൽ നിർമ്മിക്കാമായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നില്ല. ഒരു കലാകാരൻ സ്വന്തം വിജയം തന്നെ ആവർത്തിക്കരുത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതിനാലാണ് തൂവാനത്തുമ്പികൾക്ക് ശേഷം മറ്റൊരു തൂവാനത്തുമ്പികൾ ഉണ്ടായില്ല. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾക്ക് ശേഷം അതിന്റെ നിഴൽ പോലും പിന്നീട് പിന്തുടർന്നില്ല. ഓരോ സിനിമയും പുതിയൊരു പരീക്ഷണമായിരുന്നു. അതിനിടെയാണ് 1991 ജനുവരി 24 ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിൽ ഒരു യാത്രയിലായിരുന്നു അദ്ദേഹം. അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായത്. ഒരു വാർത്ത വേഗം പരന്നു: പത്മരാജൻ ഇനിയില്ല. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിശ്വസനീയമായ വാർത്തയാണ്. പലരും പലരെയും വിളിച്ചു ചോദിച്ചു സത്യമാണോ എന്നറിയാൻ. പക്ഷെ ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു. ഒടുവിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു. വെറും 45 വർഷം മാത്രം ജീവിച്ച ഒരാൾ ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംവിധായകരിൽ ഒരാളായി തുടരുന്നുണ്ടുവെങ്കിൽ, അദ്ദേഹത്തിന് കുറച്ചുകൂടി വർഷങ്ങൾ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം എത്രമാത്രം വ്യത്യസ്തമായേനെ. ആ ചോദ്യത്തിന് ഉത്തരം ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: പത്മരാജൻ എന്ന പേര് മലയാള സിനിമയിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. മഴ പെയ്യുന്നിടത്തോളം കാലം, മനുഷ്യൻ പ്രണയിക്കുന്നിടത്തോളം കാലം, മനുഷ്യ വികാരങ്ങളെ സിനിമ തേടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം പത്മരാജൻ എന്ന പേര് എന്നും മായാതെ നിൽക്കും.